നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബാംഗ്ലൂരിലേക്കോ? ഓനാള് കൊള്ളാലോ. മോള് സൂക്ഷിക്കണം കേട്ടോ. ഓനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണ്ട. ആഹാ, ഇന്നിപ്പോ മുത്തശ്ശിയുടെ പടമാണോ മോള് വരച്ചിരിക്കുന്നേ? ഞാനിവിടെ ഇരുന്നോളാം. മോള് വരച്ചോ. നേരമായി രണ്ടുപേരെ ഞാൻ മാറി മാറി വിളിക്കുന്നു. ഞങ്ങള് വണ്ടിയിലായിരുന്നു, അതുകൊണ്ട് കേട്ടില്ല. അല്ല, എന്താ എന്തുപറ്റി? എന്താ രണ്ടുപേർക്കൊരു ടെൻഷൻ പോലെ? ബോസേ, ബോസേ, സുമംഗല അമ്മ അഞ്ചനക്കുട്ടിയെ കാണാനില്ല. കാണാനില്ലെന്നോ? അവര് പിന്നെ എവിടെ പോയി? നീ എന്താ താക്കോലെ തമാശ പറയാണോ? അല്ല ബോസേ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. അവര് രണ്ടുപേരും കൂടിയാ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. ഇപ്പോ രണ്ടുപേരുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഇനി അവർക്കെന്തെങ്കിലും അപകടം പറ്റുമോ എന്നാ എന്റെ സംശയം. അവര് എങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടാ പോയത്? അത് ഒന്നും പറഞ്ഞില്ല. അഞ്ജനെ വിളിച്ച് ഏട്ടത്തി ഒരൊറ്റ പോക്കായിരുന്നു. എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോ തിരിച്ചു വരുമ്പോ പറയാന്ന് പറഞ്ഞു. ഇപ്പോ രണ്ടുപേരെ ഫോണിൽ കിട്ടുന്നില്ല. രൂപേഷേട്ടാ, അമ്മ വിളിക്കേ. ഓഫാ. രണ്ടുപേരും ഒരുമിച്ച് എന്തായാലും ഫോൺ ഓഫ് ചെയ്ത് വെക്കില്ല. രണ്ടുപേരിൽ ഒരാളെങ്കിലും ഫോൺ എടുക്കണ്ടേ? അവർക്കെന്തോ അപകടം പറ്റിയത് തന്നെയാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപകടം പറ്റിയത് ഇങ്ങനെ എപ്പോഴും വിളിച്ചു പറഞ്ഞ എന്തിനാ? അവർക്കൊന്നും സംഭവിക്കില്ല. ദർശനെ, നീ വെറുതെ പേടിക്കണ്ട. ചോട്ടൂന് അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി അമ്മ പവിസാറിനെ കാണാൻ പോയതായിരിക്കോ? അതുകൊണ്ടാ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നെങ്കിലോ? ബോസേ, അപ്പൊ പിന്നെ അഞ്ചുമാരുടെ ഫോണോ? അതെന്തിനാ ഓഫാക്കി വെച്ചിരിക്കണേ? അപ്പച്ചി, ഗിരിജാന്റെ ഫോണിലൊന്ന് വിളിച്ചു നോക്കിയേ. അവിടെ എത്തിയിട്ടുണ്ടോന്ന് അറിയാലോ. അതാ നല്ലത്. അതാവുമ്പോ അവർക്കൊരു സംശയവും തോന്നത്തില്ല. എന്തെങ്കിലും വിശേഷം തിരക്കാൻ വേണ്ടി വിളിച്ചാണെന്ന് തഞ്ചത്തി പറഞ്ഞാ മതി. ഒന്ന് വിളിക്കോ? മരുവത്തൂരിലെ അടുക്കളക്കാരി എന്തിനാണാവോ വിളിക്കുന്നത്? അവിടുന്ന് ഇറങ്ങിപ്പോന്നപ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവളാ ഇപ്പൊ വിളിക്കുന്നത്. ഇവിടെ രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ, എന്താ ഗീതമേച്ചി, അവിടെ ആരെങ്കിലും ചത്തോ? ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. പുതിയ വീട്ടിൽ ചെന്ന് കേറിയിട്ട് അവിടെ എങ്ങനെയുണ്ട്? പാല് കാച്ചൊക്കെ കഴിഞ്ഞോ? അധികം കിടന്ന് നെകളിക്കല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് നിങ്ങൾക്കെല്ലാവർക്കും അവിടെ ഒരു സൗകര്യമായി അല്ലേ? ഈ പരിഹാസത്തിന് അധികം ആയുസില്ല, നോക്കിക്കോ. നിന്നെയും പവിത്രനെയും കാണാഞ്ഞിട്ട് ഇരിപ്പുറയ്ക്കാതെ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അവര് കേക്കണ്ട നീ ഈ പറഞ്ഞത്. ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ അന്വേഷിച്ച് വരാൻ മാത്രം ഞങ്ങളോട് സ്നേഹമുള്ള ആരെങ്കിലും മരുവത്തൂര് വീട്ടിലുണ്ടോ? ഞാനേ ഏടത്തിയുടെ കാര്യ പറഞ്ഞേ.
മറ്റാരെന്തൊക്കെ പറഞ്ഞാലും പവിയോടെ ഇപ്പോഴും ഏട്ടത്തിക്ക് സ്നേഹം തന്നെയാ. അതുകൊണ്ടാ അങ്ങോട്ട് വന്നോന്ന് ചോദിച്ചത്. ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല. മേലിൽ ആരെയും അന്വേഷിച്ച് ഇങ്ങോട്ട് വിളിക്കുകയും വേണ്ട. ഹലോ ഹലോ അപ്പച്ചി എന്താ അവര് പറഞ്ഞത്? അവിടെ ചെന്നിട്ടില്ല. ശ്ശേ. ഓ. അഞ്ജുവിനെയും കൊണ്ട് അമ്മ പിന്നെ ഇങ്ങോട്ട് പോയി. ദർശനെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം, നീ വാ. എടാ മോനെ നിക്കടാ. നീ ഇത് എങ്ങോട്ട് പോന്നു? ബാംഗ്ലൂർക്ക്. ഇതിപ്പോ തീരുമാനിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് ബാംഗ്ലൂരിൽ പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ടെന്ന്. നീ ഇപ്പൊ ഒരിടത്തും പോണ്ട. ഇവിടെ ഇപ്പൊ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ ഇത് അച്ഛനോട് പറഞ്ഞോ? ഞാൻ തമ്മിൽ കൊച്ചുകുട്ടിയാണെന്ന് കരുതിയാണ് സംസാരിക്കുന്നത്. അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇവിടുന്ന് പോയാലേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കില്ല. തൽക്കാലം ഞാൻ പറയുന്നവരെ നീ എങ്ങോട്ടും പോകുന്നില്ല. ആ ബാഗ് എടുത്ത് ഇങ്ങോട്ടോ. അത് അമ്മയാണോ തീരുമാനിക്കുന്നത്? അമ്മേ, എന്റെ കാര്യം തീരുമാനിക്കാനുള്ള പക്വതയും വിവേകവും ഒക്കെ എനിക്കുണ്ട്. ദേ അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്നെ ശരിയാക്ക് ഞാൻ. അമ്മേ, നിങ്ങൾ ആരും പേടിക്കണ്ട. അതെ, ഞാൻ നിങ്ങൾക്കാർക്കും കുഴപ്പമുണ്ടാകാൻ പോകുന്ന ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല. ഫ്രണ്ട്സും ഞാനും കൂടെ ഒരു 5 ദിവസം ട്രിപ്പ്. അതിനിടയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും വരണമെങ്കിൽ അമ്മ ഒന്ന് വിളിച്ചാൽ മതി. അടുത്ത ഫ്ലൈറ്റ് ഞാനിവിടെ എത്തും. അതുപോലെ. എടാ മോനെ, ഒന്നാമത് ഇവിടെ അഞ്ജനയെ ഏട്ടത്തെയും കാണാനില്ല. രൂപേഷും ദർശനയും അവരന്വേഷിച്ചു പോയിരിക്കോ? ഓ, അതിനിപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്ന എന്തിനാ? പോയവരൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വന്നോളും. മോനെ, അവർക്ക് എന്ത് പറ്റിയെന്നറിയാതെ എല്ലാരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ മോൻ മാത്രം ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ശരിയാണോ? എല്ലാവരും എന്ത് വിചാരിക്കും? നിങ്ങളുടെയൊക്കെ സംസാരം കേൾക്കുമ്പോ വല്യമ്മയും അഞ്ജനയും എന്തോ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയെന്ന് തോന്നുമല്ലോ. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരു ഫോൺ കോൾ മതി. ഐ വിൽ കം ബാക്ക്. നീ എന്താടേ പറയുന്നത്? ആരെ കുറിച്ചാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? അയ്യോ, സോറി. ഞാനേ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അവരെ അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. അവരിങ്ങെത്തിക്കോളും. നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അമ്മേ, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, പോയിട്ടാ. അപ്പച്ചി ബൈ. ഇവൻ ആള് മാറി എന്നൊക്കെ പറയുന്നത് വെറുതെയാ. ഇവനെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ വിളിക്കാന്ന്. അമ്മ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ശരി. ശ്രേയെ, നീ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കുമോളെ. എന്താ ഐഡിയ? തിരിച്ച് മരുവത്തൂരിലേക്ക് കയറാനുള്ള ഐഡിയയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതോ നിനക്കിനി അങ്ങോട്ട് തിരിച്ച് കയറണമെന്നില്ലേ? ഇത്രയും കാലം അവിടെയല്ലേ താമസിച്ചത്. ഇനി കുറച്ചു കാലം നമുക്ക് ഇവിടെ തന്നെ അങ്ങ് താമസിക്കാം.
ഇവിടെ മടുക്കുമ്പോ നമുക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാം. എനിക്ക് എപ്പോഴും മടുത്തു. അമ്മയുടെ ഐഡിയ കൊണ്ടാണല്ലോ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങേണ്ടി വന്നത്. തിരിച്ചു കയറാനും അമ്മ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കും. ഗിരിജെ, നമ്മൾ രക്ഷപ്പെട്ടു. നാളത്തോടെ നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും തീരും. നിങ്ങളുടെ ചേച്ചി നമ്മളെ തിരിച്ചു വിളിച്ചോ?